എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് പെസക വേഴമാണ്. അപ്പൊ പെസക വേഴമായിട്ട് ഞങ്ങളുടെ വീട്ടിലും ഇത്തവണ ഒരു പെസക അപ്പം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ വീട്ടിലെ പെസക അപ്പമാണ്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇത് ഏകദേശം 2-3 മണിക്കൂറിന് മുമ്പ് ഒരു അരനാഴി പച്ചരി കുതിരാനായിട്ടിട്ടതാണ്. ഇപ്പോൾ 2 വെള്ളമൊക്കെ കഴുകിയതിന് ശേഷം കുതിരാനായിട്ടിട്ടതാണ് കേട്ടോ. അപ്പം നമ്മുടെ പെസക അപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ തിരികെ എടുക്കുകയാണ്. അതാ തേങ്ങ നമുക്ക് ആവശ്യത്തിനുള്ളത് തിരികെ എടുത്ത് നമ്മൾ കുതിരാനായിട്ടിട്ട പച്ചരിയും തേങ്ങയും കൂടെ നമുക്ക് ഇനി അരച്ചെടുക്കാമേ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത് 3 ഏലക്ക, ചെറിയ ഉള്ളി, ഒരു നുള്ള ഇസ്റ്റ് മതിയാവേ. പിന്നെ അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാമേ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ തേങ്ങ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതാ നമ്മുടെ പച്ചരിയും എല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാമേ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പെസകാപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കൂട്ടുകാരെ, അപ്പം നമുക്ക് മാവ് റെഡി ആയെന്ന് നോക്കാം കേട്ടോ. മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് ഓക്കെ ആയിട്ടിരിക്കുകയാണേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു വട്ടപാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നെയ്യ് തേക്കണേ. അപ്പോൾ നമ്മൾ മാവിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റെടുത്ത് അതിലേക്ക് നമ്മൾ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം മൊത്തത്തിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. മൊത്തം എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ നെയ്യ് നമുക്ക് തേച്ച് കൊടുക്കാം. നെയ്യ് തേക്കുന്ന സാധനം നമ്മുടെ കയ്യിലില്ല കേട്ടോ. നമ്മൾ ദോശക്കല്ലിലൊക്കെ എണ്ണ തേക്കുന്ന തടവുന്നതാണ് കേട്ടോ. അത് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് വീഴ്ത്തി കൊടുക്കാമേ. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് പെസക അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് അതുപോലെയാണ് കേട്ടോ ഞങ്ങളെ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെതാ നമ്മൾ ഫുള്ള് മാവ് ഒക്കെ ഒഴിച്ച് കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു കുരിശും വെച്ച് കൊടുത്ത് കേട്ടോ. നമ്മൾ അത് അടുപ്പിൽ വെച്ചെടുത്തു. പഴയ നിയമം അനുസരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ് പെസക തിരുനാളെന്ന് പറയുന്നത്. പുതിയ നിയമം അനുസരിച്ച് യേശു തന്റെ ശിഷ്യന്മാരുമൊത്ത് അവസാന അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് പെസക എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരൻ, നമ്മുടെ പെസക അപ്പം എന്തായി എന്നുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. റെഡിയായി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തിടാമേ. ഓഫ് ചെയ്തു എടുക്കാം. പതുക്കെ എടുക്കാം. എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് പതുക്കെ തണുത്തിട്ടേ മാറ്റാൻ പറ്റും. തണുത്തിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, അത് നമ്മുടെ പെസക അപ്പം നന്നായിട്ട് തണുത്തൊക്കെ കിട്ടിയപ്പോൾ അതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെസക അപ്പം മീനൂട്ടിയാണ് വീട്ടിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. മീനൂട്ടിയും നമ്മുടെ വാവച്ചിയും കൂടെ കട്ട് ചെയ്യണേ. ഓക്കെ, ഒരു പീസ് എടുത്ത് കഴിച്ചോ മീനൂട്ടി. മീനൂട്ടിക്കോട് ഇവിടെ കഴിച്ചാ? കഴിക്കണേക്കെ പറയണ്ടേ? സൂപ്പർ. എനിക്കൂടെ താ. ഞങ്ങളുടെയൊക്കെ പെസക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെയും പെസക അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കാത്ത കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതെ.
താങ്ക്സ് ഫോർ വാച്ചിങ്.